ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായ ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ അലമാരിക്കുള്ളിൽ എവിടെ നിന്നെങ്കിലും പൈസ വന്നുകൊണ്ടേയിരിക്കും, ഒരു തടസ്സവും കൂടാതെ. അപ്പം നിങ്ങൾ വിചാരിക്കും, നാളെ തൊട്ട് ജോലിക്കൊന്നും പോകണ്ട, പണിക്കൊന്നും പോകണ്ട. അങ്ങനല്ല പറയുന്നത്. പണിക്ക് പോകാതെ ഒരിക്കലും പൈസ കിട്ടത്തില്ല. അത് നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. പണിക്ക് പോയാലും മിക്കയിടത്തും പൈസയ്ക്ക് വളരെ ദാരിദ്ര്യമായിരിക്കും, അല്ലേ? ഒരിടത്തുനിന്ന് കിട്ടാനുള്ളൂ, അത് കിട്ടത്തില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഒരു പ്രവൃത്തി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളിടത്തു നിന്നെല്ലാം കിട്ടുകയും ചെയ്യും. നമുക്ക് ഇങ്ങനെ പൈസ വന്നുകൊണ്ടേ ഇരിക്കും. ഈ ഒരു കാര്യം ചെയ്ത് വെച്ച് അനുഭവസ്ഥർ സംസാരിക്കുന്നുണ്ട്. അനുഭവസ്ഥരാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. അവരെ ആലോചിച്ചു, ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ കാലങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർ പറയായിരുന്നു, പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എവിടുന്നെങ്കിലുമൊക്കെ പൈസ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് അവരോർത്തത്, ഈ ഒരു കർമ്മം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി. അപ്പം അങ്ങനെ ചെയ്തവരൊക്കെ എന്നോട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ എന്താണേലും നിങ്ങളും ഇത് ചെയ്തു നോക്കുക. പിന്നെ നമ്മുടെ ഇതുണ്ട് കേട്ടോ, നമ്മുടെ പാചകങ്ങളും ഉണ്ട്. നമ്മളിന്ന് കർക്കിടകം 1 അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അതിൻ്റെയൊക്കെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കർക്കിടകം 1 അപ്പം വെളുപ്പിന് എഴുന്നേറ്റു. 5:30 ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. അതാണ് വലിയ വെളുപ്പെന്ന് പറഞ്ഞത്. എന്താണേലും 5:30 എഴുന്നേറ്റിട്ട് ഇന്ന് നമുക്ക് റവ ഉപ്പുമാവാട്ടോ. അപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക്, ഞാനും അമ്മയും കൂടെ കുമാരനെല്ലൂർ അമ്പലത്തിലൊന്ന് രാവിലെ പോവുകയാണ്. 7:30 ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൂണായ്ക്ക് ലോക്കിക്കുള്ള രാവിലത്തെ പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പാല് തന്നെയാട്ടോ. ഇതിനകത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കും. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പാൽ എത്ര എടുക്കുന്നോ അതിൻ്റെ അപ്പുറം വെള്ളവും എടുക്കണമെന്ന്. കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ട് പോയാൽ എളുപ്പമുണ്ടല്ലോ. കുഞ്ഞി ചെമ്മീൻ മേടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ചിലവരൊക്കെ പറയും, 1-ാം തീയതി മീൻ മേടിക്കും. ഇവിടെ 1-ാം തീയതി മീനൊക്കെ മേടിക്കും. അന്നെങ്കിൽ അടുത്ത പ്രാവശ്യം വരെ നമുക്ക് മീനൊക്കെ വാങ്ങിക്കാനുള്ള ഭാഗ്യം കിട്ടത്തുള്ളൂ. അല്ലാണ്ട് മീൻ മേടിച്ചുകൊണ്ടൊന്നും ഒന്നും പറ്റാനില്ല. അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി, ചായ കുടിച്ചിട്ടാണ് കുളിച്ചത്. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെന്തായിരുന്നു, ചെമ്മീൻ തീയലിനുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചു, തേങ്ങ തിരുമ്മി വെച്ചു. പാല്, കുഞ്ഞുങ്ങൾക്കുള്ള പാല് ചേട്ടനാണ് കൊടുക്കുന്നത്. കാരണം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ തുടത്തില്ലല്ലോ, ചേട്ടൻ അതെല്ലാം കൊടുത്തോളൂ. പിന്നെ അപ്പോൾ ഇത്രയും പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് വെച്ചു. ഇത്രയും പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലെ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ്. എൻ്റെ കൂട്ടുകാരെ പിന്നെ എന്ത് ചെയ്യും, ഇന്ന് അമ്മയുണ്ട് കൂട്ടത്തിൽ. അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ രാവിലെ തന്നെ ഞാൻ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വൈകിട്ടാണ് പോകുന്നത് സാധാരണ. കാരണം എനിക്ക് തെറുതി വെച്ച് വയ്യ, അതുകൊണ്ടാണ്. ഒത്തിരി സ്പീഡ് നമ്മളെല്ലാം ചെയ്യണ്ടേ, നമ്മൾ തന്നെ വേണ്ടേ വന്നിട്ട് അടുക്കളയിലെ പണിയും ചെയ്യാൻ. അതുകൊണ്ട് എന്താണേലും റെഡിയായി, അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, 7:30 ഓട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണേലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ അമ്മയും റെഡിയായി കേട്ടോ. ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 7:30 പറഞ്ഞേക്കുന്നത്. നമ്മുടെ അമ്മ ഇറങ്ങി ഓട്ടോ വരുന്നുണ്ട് കേട്ടോ. ഓട്ടോ അങ്ങനെ റെഡിയായി. ഞങ്ങളങ്ങനെ മഴയും കൊണ്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബ്രിഡ്ജാണ്. കർക്കിടകം 1 രാവിലെ മഴയാണ്. ശുഭലക്ഷണമെന്നാ മഴ, അല്ലേ? അങ്ങനെ ഞങ്ങൾ മഴയാട്ടോ. ഞങ്ങൾ ചുറ്റുപ്രദക്ഷിണമൊക്കെ വെക്കുവാണ്. ചുറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ അങ്ങ് നടക്കും കേട്ടോ. ഓട്ടോക്കാർ അങ്ങ് അറ്റത്തുനിന്നേ ഓട്ടോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓട്ടോക്കാർ പറയും അവിടെ വണ്ടി കിടപ്പം. അത് നമുക്കറിയത്തില്ലേ ഓട്ടോ കിടപ്പുണ്ടെന്ന്. നമ്മുടെ രാജു ഭയങ്കര ദേഷ്യത്തിലാട്ടോ. കണ്ടോ, പിന്നെ അത് നമുക്കറിയാമല്ലോ അല്ലേ? ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി, ബാക്കി പറഞ്ഞു. പോട്ടെ, കർക്കിടകം 1 ചിങ്ങത്തിന് മുമ്പ് മഴയൊക്കെ പെയ്ത് തീരട്ടല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഉപ്പുമാവും പഴവും പപ്പടവും ഉപ്പുമാവും പഴവും പപ്പടവും കൂടെ ഞങ്ങൾ കഴിക്കുവാണ്. അപ്പം
കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കാക്കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ പാണാവള്ളിന്ന് വന്നപ്പോഴേ കുഞ്ഞു ചെമ്മീനില്ലേ, തീരെ കുഞ്ഞു ചെമ്മീൻ. ഇനി അവനെ ഞുള്ളണം കേട്ടോ. അപ്പം അവനെ ഒന്ന് തീയൽ വെക്കണം. അപ്പോൾ ഒരു കറി നമുക്കാവുമല്ലോ തീയൽ വെച്ചാൽ. പിന്നെ നമ്മുടെ പാണാവള്ളിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ചക്ക മുറിച്ചു, അതിനെ അവിയലും വെക്കണം. അപ്പം പിന്നെ എൻ്റെ കൂട്ടുകാരി എനിക്ക് മൈസൂർ ചീരയുടെ ഇല തന്നു. എനിക്ക് എൻ്റെ ഇത്രയും സാധനത്തിനേക്കാളും എനിക്ക് തീയലിനേക്കാളും അവിയലിനേക്കാളും അതുക്കും മേലുപരി എൻ്റെ മൈസൂർ ചീരയിലെ തോരനാണ് എനിക്കിഷ്ടം. അപ്പം അവനെയും കൂടെ ഒന്ന് റെഡിയാക്കണം. അത് തീർക്കാതിരിക്കാൻ കുറച്ചേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. കുറേ ഉണ്ട്. അപ്പം ഇന്ന് ഇച്ചിരി വെച്ചു, നാളെ ഇച്ചിരി വെക്കും, അങ്ങനെ വെക്കുന്നുള്ളൂ. അപ്പം തീയൽ ഫസ്റ്റ് വറക്കട്ടെ കേട്ടോ. വറുത്തിട്ട് നമുക്ക് കാണാം. നമ്മുടെ കുഞ്ഞു ഇതില്ലേ ചെമ്മീൻ പാണാവള്ളിന്ന് വാങ്ങിച്ചേ. അപ്പൊ അവനെ ഒരുപാട് ചോറിനണം. ചക്കവിയൽ ഏറ്റവും ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ചക്കവിയല്. പിന്നെ കുഞ്ഞു തീയൽ ഇഷ്ടമല്ലേ? കുഞ്ഞു തീയൽ ഇഷ്ടമാണോ? ആർക്കാ ചെമ്മീന്റെ തീയൽ ഇഷ്ടമില്ലാത്തത്? അതുകൊണ്ട് പൊളിയാ. അവിടെ നിറച്ചുണ്ടാൻ പോകുന്നത്. അപ്പൊ ചോദിക്കാൻ ഡെയിലി കഴിക്കാൻ എന്നാ അതില് കൂടുതൽ ഇച്ചിരൂടെ ഭയങ്കര ഇതായിട്ടല്ലേ? അതെ, നല്ല ഹാപ്പി ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഇവനെ നന്നായിട്ടൊന്ന് തീയലിന് വറക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ പൊടി ചെമ്മീൻ കുറച്ചെടുത്ത് ഞുള്ളി കേട്ടോ. ഇത്രയും ഞുള്ളുന്നുള്ളൂ. ഇനി കുറച്ച് ഇത്രയും കൂടെ തന്നെ ഇരിപ്പണ്ടേ. തീയലൊക്കെ വെക്കാൻ നമുക്ക് ഇത്രയൊക്കെ മതി. പിന്നെ അല്ലാതെ ഇനി നമുക്ക് മാങ്ങ ഇട്ട് തേങ്ങ അരിച്ച് ഒരു ദിവസം കറി വെക്കാം. ഇതിപ്പം നാളത്തേക്കുള്ള തീയലും ഉണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുള്ളി, പിന്നെ നമുക്ക് നമ്മുടെ അരച്ച് വച്ചേക്കുന്ന തീയലിന് അരച്ചേക്കുന്ന അരപ്പ്, കരിവേപ്പില, ഉപ്പ്, കുടംപുളി എല്ലാം കൂടി ഇട്ട് ഇളക്കി വെക്കട്ടെ. നമുക്ക് നമ്മുടെ ചക്കവേലിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു നമ്മുടെ മണി നമ്മുടെ കയ്യിലോട്ട്, നമ്മുടെ അലമാരിക്കുള്ളിൽ ഏതു വിധത്തിലും എപ്പോഴും നമുക്ക് ഒരു തടസ്സവും കൂടാതെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി വിദ്യയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ വെച്ച് നോക്കിക്കേ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഇതിലോട്ട് തന്നെ ചെയ്ത ഈ ഒരു കർമ്മം ചെയ്ത് കഴിയുമ്പോൾ ആ കർമ്മം ചെയ്ത് അതിലോട്ട് തന്നെ നമുക്ക് പൈസ അവിടുന്നും ഇവിടുന്നും എവിടുന്നാണെന്നറിയാതെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഒരു തടസ്സവും ഇല്ലാതെ എത്തിക്കൊണ്ടിരിക്കും. അതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കൾ, വ്യാഴം, വെള്ളി, ഈ 3 ദിവസങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഇത് നമുക്ക് രാവിലെ തന്നെ അങ്ങ് ചെയ്തോളൂ. നിങ്ങൾ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം കേട്ടല്ലോ. അല്ലെങ്കിൽ ചുമ്മാ സന്ധ്യയൊക്കെ ആകുമ്പം ഇത് ഫ്രഷായിട്ട് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായിട്ട് തന്നെ ചെയ്യണം. തിങ്കൾ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വേണം ചെയ്യാൻ. ഇതിന് വേണ്ടത് ഒരു പേപ്പർ വേണം, ഒരു ചില്ല് ഗ്ലാസ് വേണം, പിന്നെ കുറച്ച് ഈ ചില്ല് ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം പച്ചരി വേണം, പിന്നെ ഒറ്റ രൂപ തുട്ട്. അതായത് 1 രൂപയുടെ തുട്ടല്ല. ഇപ്പം നമ്മൾ 10 രൂപ വെക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ 1 രൂപയും കൂടെ വെക്കണം. ഒറ്റ ഇതായിട്ട് മാത്രമേ വെക്കാവൂ. 11, 100 101 അങ്ങനെ വേണം മാറ്റി വെക്കാൻ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരു നല്ല വൃത്തിയുള്ള ചില്ലിൻ്റെ ഗ്ലാസ്സിനകത്തോട്ട് പച്ചരി, നമ്മൾ പുതിയ പച്ചരി വാങ്ങിക്കണം കേട്ടോ. പുതിയ പച്ചരി കുറച്ച് 1/2 കിലോ മേടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ 1/4 ഗ്ലാസ്, 1/2 ഗ്ലാസ് പോരാട്ടോ, ഞാൻ എടുത്തത് കുറഞ്ഞു പോയി. 1/4 ഗ്ലാസ് വേണേ. ഇനിയിപ്പോൾ എടുത്തോണ്ട് 1/4 ഗ്ലാസ് പച്ചരി വേണം. അതായത് ഇവിടം വരെ നിൽക്കുന്ന രീതിയിലുള്ള പച്ചരി എടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള പൈസ, ഇപ്പം 100 ആണെങ്കിൽ 100, അതിൻ്റെ കൂടെ 1 രൂപയും കൂടെ വേണം. 10 രൂപയാണെങ്കിൽ 11 രൂപ. അതായത് ഒറ്റ ഇതായിട്ട് മാത്രമേ വെക്കാവുള്ളൂ. ഇത് കേട്ടോ, 100 രൂപയും 1 കോയിനും ഇതാ കേട്ടോ, 1 കോയിനും കൂടെ ഇതിനകത്തോട്ട് വെക്കുക.
ഈ കോയിനും ഇതിനകത്തോട്ട് വെക്കുക. ഇച്ചിരി പച്ചരി വേണം, ഇത് കാണാത്ത രീതി വെക്കുക. ആദ്യം വെക്കുന്നത് കാണാത്ത രീതി വെക്കണം കേട്ടോ. പച്ചരി കുറച്ചുകൂടെ വേണം, അതിനാണ് 3/4 ഗ്ലാസ് പറയുന്നത്. കാണാത്ത രീതിയിലോട്ട് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പേപ്പറില്ലേ, ഈ പേപ്പറിനകത്ത് കാണാത്ത രീതി വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. നിങ്ങളെ ശരിക്ക് കാണിക്കണ്ടേ. കാണാത്ത രീതി വെച്ചു കേട്ടല്ലോ. 3/4 ഗ്ലാസ് പച്ചരി വേണം. എന്നിട്ട് ഈ പേപ്പറിനകത്തോട്ട് നിങ്ങൾ 1 1 1 1, ഇത് നമ്മുടെ അടിപൊളി നമ്പറാണ്. 1 1 1 1 കാണിച്ചു തരാവേ. ഇങ്ങനെ വേണം. ഏത് പേന വെച്ചും എഴുതാം കേട്ടോ. ഇതിന് മഷിയൊന്നും ഇന്നതൊന്നുമില്ല. 1 1 1 1 കണ്ടല്ലോ. ഇങ്ങനൊരു നമ്പർ എഴുതുക. അതായത് ഇവിടെയെന്നോ നടുക്കൊന്നോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എഴുതുക. ഇതിനെ ചുരുട്ടുക. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കി ചുരുട്ടി ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടംമാതിരി പൈസ ഇഷ്ടംമാതിരി പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിടാൻ. പിന്നെ ഒന്നുമില്ല. അത്രയും ആക്കി വെച്ചിട്ട് ഈ ഒരു സാധനം നമ്മുടെ അലമാരിയിൽ കൊണ്ട് വെക്കുക. അതായത് അലമാരിയിൽ പൈസ വന്നു കൂടുന്നത് നിങ്ങൾക്കറിയത്തേയില്ല. ഒരു ദാരിദ്ര്യം ഉണ്ടാവത്തില്ല. നിങ്ങളുടെ വീട്ടിൽ എവിടുന്നെങ്കിലും പൈസ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം പറയാം, ഇത് 1 മാസം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ പച്ചരി നിങ്ങൾ എന്തെങ്കിലും അടുക്കളയിലേക്ക്, ഇപ്പം നമ്മൾ പച്ചരി ഉപയോഗിച്ചുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കത്തില്ല, അരി ഉഴുന്നു അരയ്ക്കുന്നതിനകത്തോ കളയണ്ട. ഇത് അരി ഉഴുന്നു അരയ്ക്കുന്നതിനകത്തോ ഏതിനെന്തെങ്കിലും നിങ്ങൾ ഈ പച്ചരി തിരിച്ച് ഉപയോഗിക്കാം. പൈസ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. പൈസ ആവശ്യമുള്ള ഇതിനകത്ത് നമുക്ക് ഇഷ്ടമായ പൈസ വന്നുകൂടും. ഈ പൈസ നിങ്ങൾ ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചോ. വീണ്ടും അപ്പം അതിന് 10 + 1 അങ്ങനെ ഇടുന്നെങ്കിൽ അത് മതി. ഇത് 100 രൂപയും 1 രൂപ അങ്ങനെ തന്നെ തിരിച്ചു വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചില്ലിനകത്ത് 1 മാസം കഴിയുമ്പം ചില്ലിനകത്ത് ഇതുപോലെ പച്ചരി നിറയ്ക്കുക. ഒറ്റ സംഖ്യയായിട്ട് പൈസ ഇടുക, പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ വീണ്ടും 1 മാസം കഴിയുമ്പോൾ ആ പച്ചരി എടുത്ത് ഉപയോഗിക്കാം. അല്ലാണ്ട് ഉപയോഗിക്കാതൊന്നും മാറ്റിയൊന്നും വെക്കണ്ട കേട്ടോ. ഇത് ശുദ്ധമായിട്ട് വേണം ചെയ്യാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. നല്ല വിശ്വാസത്തോടു കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൈസ ഒഴിയത്തേയില്ല. തരാനുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടം തന്നുകൊണ്ടേയിരിക്കും, എവിടുന്നെങ്കിലുമൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. കാരണം 1 മാസമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൈ പൈസ ഒന്നും നിൽക്കാതിരിക്കും. എന്താ വരവ് കുറയും. അപ്പോൾ ഓർത്തോണം ഇത് മാറാറായെന്ന്. അങ്ങനെയാണ് മാറേണ്ടത്. അത് വരുന്നതിന് മുമ്പായിട്ട് 1 മാസമാകുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതിന് മാറുക പച്ചരിയൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ അല്ലേ. എല്ലാവരും ഇത് ചെയ്ത് വെക്കുക അലമാരിക്കകത്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. കേട്ടോ.